രാജേഷ്, ഞാൻ ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിലൊക്കെ വന്ന പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് സംസാരിച്ചതടക്കം അത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയമായ ഭിന്നത വർദ്ധിപ്പിക്കും വിധത്തിലായിരുന്നില്ല. അതൊരു അഭ്യർത്ഥന സ്വരത്തിലാണ്. മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്തു നിന്നത് കണ്ടു. തുറമുഖ മന്ത്രി തന്നെ അക്കാര്യങ്ങൾ വിശദീകരിച്ചു. മാത്രമല്ല, അദ്ദേഹം എന്തിനാണ് കാണാനോ എന്ന നിലയിൽ, കാണാനാണെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് അവിടെ പോകണ്ടേ? പ്രതിപക്ഷ നേതാവ്, നിങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ ഇത്രയും നിലയിൽ ഉമ്മൻചാണ്ടിയുടെ പേരൊക്കെ ഓർക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ അവിടെ പോകണ്ടേ? കാണാനാണെങ്കിൽ കാണാൻ, അദ്ദേഹത്തിൻ്റെ പേരതിൽ ഉണ്ട്. എന്നിട്ടും അങ്ങനെ ഒരു നിലപാടും പിടിവാശിയും യഥാർത്ഥത്തിൽ ഒരു നാടിനോട് ചെയ്യുന്ന ഒരു ശരിയല്ലാത്തൊരു സമീപനത്തിൻ്റെതായ രീതി അതിനകത്തില്ലേ? ഞാൻ അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത്, ആദ്യ ചരക്ക് കപ്പൽ വന്നപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസം പാർട്ടി വേദിയിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ആളാകെ മാറി. എന്തൊരു ഗതികേടായിപ്പോയി എന്ന നിലയിൽ പറയുകയാണ്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ നാട്ടിൽ വരുന്ന മാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിഷയങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ഈ ഒരു ശൈലിയും രീതിയും നേതാക്കൾക്ക് ചേർന്നതാണോ? അല്ല, ഇതിൻ്റെ തറക്കല്ലിടൽ അല്ലെങ്കിൽ അന്നത്തെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് തറക്കല്ലിടൽ ചടങ്ങിനെ കുറിച്ച് ഒന്ന് ആ വിഷ്വലൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതിലൊക്കെ നമുക്ക് അന്നത്തെ പ്രതിപക്ഷത്തിനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയല്ലേ ഉള്ളൂ, പ്രധാനമന്ത്രി ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ പറയട്ടെ, അന്ന് ഡോക്ടർ എ സമ്പത്ത് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് ഈ പരിപാടിയിൽ അന്ന് തറക്കല്ലിടുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേന്ദ്രമന്ത്രിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഇല്ലായിരുന്നു. ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് ഫൈനൽ വേർഡ് ആകുന്നത്. ഡയറക്ഷന് പറഞ്ഞോളൂ. ഞാൻ ഡോക്ടർ എ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ അദ്ദേഹത്തെ നേരിട്ട് ഒരു പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തോട് അതിനകത്ത് വന്നിട്ടുള്ള പാകപ്പിഴകൾ സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അവിടെ സംസ്ഥാന സർക്കാർ തന്നെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതല്ലേ ഗവൺമെന്റ് ചെയ്യേണ്ടത്? പരസ്യമായി മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലേ, അദ്ദേഹം പങ്കെടുക്കണം എന്ന് പരസ്യമായി സമ്പത്ത് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അവരുടെ ഇടയിലെ ആ സംഭാഷണം, അന്നത്തെ സംഭാഷണം ഇപ്പോൾ സമ്പത്ത് പറഞ്ഞതുകൊണ്ടാണ് അറിയുന്നത്. ഇതങ്ങനെയല്ല. ഒരു ആശയക്കുഴപ്പമോ ഒരു അതൃപ്തിയോ പരാതിയോ രൂപപ്പെട്ടപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇത് പറയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം ഇപ്പോൾ വ്യക്തത വന്നല്ലോ, അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് എന്ന് പബ്ലിക്കായി പറയുന്നതോടുകൂടി ജനങ്ങളും കേൾക്കില്ലേ? അങ്ങനെ എന്ത് വ്യക്തതയാണ് വന്നത്? ഇതിനകത്ത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതുവരെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഇതിനകത്ത് ക്ഷണിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം അന്ന് മാധ്യമപ്രവർത്തകർ മറുപടി മന്ത്രി പറഞ്ഞല്ലോ. അല്ല, സൂചിപ്പിച്ചപ്പോൾ എന്താ മന്ത്രി പറഞ്ഞത്? ഇത് സർക്കാരിന് 4ാം വാർഷിക ആഘോഷമാണ്, ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് അവർ ഈ പരിപാടി അതുകൊണ്ടാണ് ക്ഷണിക്കാത്തത്. അവർ ക്ഷണിച്ചില്ല എന്ന് മന്ത്രി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. രാജേഷ്, ഇതിലെ പ്രശ്നം നിങ്ങൾ 3 ദിവസം മുമ്പ് പറഞ്ഞിടത്ത് നിൽക്കുകയാണ്. അതിനുശേഷം ഈ വിഷയം മുന്നോട്ട് പോയി. ഇതേ മന്ത്രി തന്നെ മാധ്യമപ്രവർത്തകരെ പിന്നീട് കണ്ടു. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇതിൽ ഫൈനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സമ്പത്ത് പറഞ്ഞതുപോലെ ആ ലിസ്റ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ ആ ലിസ്റ്റ് വന്നതിനെക്കുറിച്ചും അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്ന് പറഞ്ഞതുമൊക്കെ പിന്നീട് സംഭവിച്ചു. നിങ്ങൾ സൗകര്യാർത്ഥം അതിലേക്ക് പോകുന്നില്ല. പ്രശ്നം അതല്ല, അദ്ദേഹം വ്യക്തിപരമായി വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ പ്രതിപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ വികസനത്തിൻ്റെ, കേരളത്തിൻ്റെ ഈ മാറ്റത്തിൽ നിങ്ങൾക്കുള്ള താല്പര്യമില്ലായ്മയും അസഹിഷ്ണുതയും, അല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ നിന്ന് വീണ്ടും വീണ്ടും മാറി നിൽക്കുന്നതിന് ഇതൊക്കെ ഇടവരുത്തുമെന്ന നിങ്ങളുടെ ആധിയും നിങ്ങളുടെ തീരുമാനങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്ന് ആളുകൾ സ്വാഭാവികമായും ചിന്തിക്കും. അതുമാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം വന്നോ വരാത്തതിൻ്റെ കാരണം എന്ത് എന്നുള്ളതല്ല. ഈ തീരുമാനം കൊണ്ട് ആളുകൾ അങ്ങനെ ചിന്തിക്കും എന്ന പ്രശ്നം നിങ്ങളെ അലട്ടുന്നില്ലേ? അല്ല, ഇതിനകത്ത് നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിന്റെ രാഷ്ട്രീയം നമുക്കൊക്കെ മനസ്സിലാവും, കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ രാഷ്ട്രീയം മാത്രമേ കാണുള്ളൂ, വികസനത്തെ കാണുന്നില്ല എന്നേ രാജേഷ്. അതാണ് പ്രശ്നം. സംസാരിച്ച പോലെ അല്ല രാജേഷ്, നിങ്ങൾ രാഷ്ട്രീയം മാത്രം ഇതിൽ കാണുന്നു, നാടിന്റെ മാറ്റത്തെ കാണുന്നില്ല എന്നുള്ള പ്രശ്നമില്ലേ? അല്ല, രാഷ്ട്രീയമാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ശരത്ത് പറയുന്നതെല്ലാം രാഷ്ട്രീയമാണ്. കാരണം എന്താണ്? ഇതിൻ്റെ പിതൃത്വം ഞങ്ങൾക്ക് വേണം എന്നുള്ള ഒരു വാശിയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരിക്കട്ടെ, അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് അംഗം ശശി തരൂർ പങ്കെടുക്കാതിരുന്നാൽ അത്രയും സന്തോഷം, അവിടുത്തെ വിഴിഞ്ഞത്തെ MLA ശ്രീ M. വിൻസെൻ്റ് പങ്കെടുക്കാതിരുന്നാൽ അത്രയും സന്തോഷം. അപ്പോൾ അവരെ ഇപ്പോൾ കഴിയുമെങ്കിൽ ഇവിടുത്തെ MP, MLA അടക്കമുള്ളവരെയും ഒഴിവാക്കാൻ ഉള്ള മാർഗം നമുക്ക് വളരെ തെറ്റായ ഒരു സ്റ്റാൻഡാണ് രാജേഷ് എടുക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം രാജേഷ് എന്താ പറയുക, നമ്മുടെ മുമ്പിൽ ഫാക്ട്സ് വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഈ ഡേറ്റിലേക്കും മറ്റും പോകുമ്പോൾ 2-3 ആലോചനാ യോഗങ്ങൾ നടന്നു. MP-യെയും MLA-യും നിരന്തരം വിളിച്ചു. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യങ്ങളാണ്. അവർ രണ്ടുപേരും പങ്കെടുത്തില്ല, വരുമെന്നറിയിച്ചു. അവരെല്ലാം ഈ പരിപാടിക്കുണ്ട്. പിന്നെ നമ്മളൊരു സാങ്കല്പികമായി അവരെ ഒഴിവാക്കിയാൽ നന്ന് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് രാജേഷ് ഉള്ളത്? അല്ല, ഞാൻ ഇതിൽ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ തുറമുഖ വകുപ്പ് മന്ത്രിക്ക് അതിനകത്ത് ഓരോ നിലപാടുണ്ടോ? ഒരു മന്ത്രിക്ക്, ഒരു ഗവൺമെൻറ് ഒരു നിലപാടല്ലേ പാടുള്ളൂ. അദ്ദേഹം ഓരോ സമയം ഓരോ നിലപാട് പറയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിക്കുമെന്ന ധാരണയിൽ അദ്ദേഹത്തെ വിളിച്ചില്ല.
അദ്ദേഹം പങ്കെടുക്കേണ്ട കാര്യമില്ല. അടുത്ത് ഇത് വാർത്തയായപ്പോൾ അടുത്തൊരു കത്ത് കൊടുത്തു വിടുന്നു, താങ്കൾക്ക് അദ്ദേഹത്തെ അതിനകത്ത് അതിഥിയായിട്ടല്ല താങ്കളെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഒരു കത്ത് മാത്രം കൊടുത്തു വിടുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. അതായിക്കോട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പ്രതിപക്ഷ നേതാവ് നിങ്ങൾ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്തോ, അതിലൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഇതിന്റെ മുഴുവൻ പിതൃത്വം ഞങ്ങൾക്കാണ് എന്ന് നിങ്ങളങ്ങ് അവകാശപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മാത്രമാണെന്ന് അവകാശപ്പെട്ടാൽ അതങ്ങ് അംഗീകരിച്ചു തരാൻ പറ്റും. യാഥാർത്ഥ്യമില്ലേ, ചരിത്രമില്ലേ? ഇന്ന് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രമല്ലല്ലോ, നിങ്ങളുടെ എത്രയോ ഇടതുപക്ഷ ഗവൺമെന്റുകൾ കേരളം ഭരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ തുറമുഖ യാഥാർത്ഥ്യമായില്ല? എന്തുകൊണ്ടാണ് കരാറിലേക്ക് പോയില്ല? നിങ്ങൾ ഈ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ തുറമുഖ പദ്ധതി വരാതിരിക്കാൻ വേണ്ടി വലിയ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതിനെ തകർക്കാൻ ശ്രമിച്ചത് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അന്നത്തെ CPM നേതാവായ ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. തർക്കമുണ്ടോ? ശരി, തർക്കമുണ്ട്. പക്ഷെ ഞാൻ പറയേണ്ടതല്ല, കാരണം നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. 2011 മുതൽ 2016 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ, UDF സർക്കാർ 2015 ഈ കരാറിലേക്ക് പോകുന്നത്. ശ്രദ്ധിക്കണം, അതിനു മുമ്പുള്ള വർഷങ്ങളിൽ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അതിശക്തമായ സമരത്തിലേക്ക് അന്നത്തെ പ്രതിപക്ഷം പോയത്, മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്? ഇവിടെ തിരുവനന്തപുരത്ത് സമരം തുടർച്ചയായി എത്രയോ മാസങ്ങളോളം നീണ്ട സമരങ്ങൾ സംഘടിപ്പിക്കും. കാരണം ആ സർക്കാർ തുടർന്ന് VS സർക്കാരിന് ശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ തുടർച്ചയിൽ ഇക്കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നില്ല. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കണം എന്ന രാഷ്ട്രീയ സമരം ശക്തമായപ്പോഴാണ് ആ ഭരണത്തിൻ്റെ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി അതിശക്തമായി വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോയത്. അങ്ങനെയും ആ പദ്ധതിക്ക് വേണ്ടി സമരം ചെയ്ത ഒരു പ്രതിപക്ഷ കാലം കേരളത്തിലുണ്ടായിരുന്നു.